ഹായ് ഫ്രണ്ട്സ്, അവിസ്മരണീയമായ മലേഷ്യ യാത്രയുടെ അവസാന എപ്പിസോഡാണിത്. ഇന്ന് നവംബർ 20. ഇന്നത്തെ ആദ്യ യാത്ര നമ്മൾ മെലാക്കയിലേക്കാണ്. മെലാക്ക മലേഷ്യയിലെ ഏറ്റവും ചരിത്രപരമായ സാംസ്കാരിക നഗരങ്ങളിൽ ഒന്നാണ്. പതിവ് പോലെ ഞങ്ങൾ യാത്ര തിരിച്ചു. 150 കിലോമീറ്റർ ദൂരമുണ്ട് ഞങ്ങളുടെ താമസ സ്ഥലത്ത് നിന്നും. പതിവ് യാത്രയുടെ വിപരീതമായി കോലാലംപൂർ സിറ്റിയുടെ ഗതാഗത കുരുക്കുകളിൽ നിന്നും രക്ഷപ്പെട്ട് ഹരിത മനോഹരമായ മലേഷ്യൻ ഗ്രാമഭംഗികൾ ആസ്വദിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. മലേഷ്യൻ മാതൃകയിൽ റോഡ് നിർമ്മിക്കണമെന്ന് നമ്മുടെ നാട്ടുകാർ പറയുന്നതിൻ്റെ പൊരുൾ ഇപ്പോഴാണ് മനസ്സിലായത്. അതിഗംഭീരമായ റോഡുകളും ഇരുവശവുമുള്ള മനോഹരമായ ലാൻഡ്സ്കേപ്പിങ്ങും 150 കിലോമീറ്ററോളം കാണപ്പെട്ടു. മെലാക്ക യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്ഥലമാണ്. ഈ നഗരം മലായ്, ചൈനീസ്, ഇന്ത്യൻ, പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് ഉൾപ്പെടെയുള്ള നിരവധി സാംസ്കാരിക സ്വാധീനങ്ങളുടെ മിശ്രണത്താൽ ശ്രദ്ധേയമാണ്. 15-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് ഭരണകാലഘട്ടമായിരുന്നു മലാക്കയുടേത്. മലേഷ്യയെ ശക്തമായ ഒരു വ്യാപാര കേന്ദ്രമാക്കാൻ സഹായിച്ച മെലാക്ക തുറമുഖം മെലാക്ക കടലിടുക്ക് വഴി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപാരം നടത്തിയിരുന്നു. ബസ് ഇറങ്ങി ഞങ്ങൾ ആദ്യം തന്നെ മെലാക്ക റിവർ ക്രൂയിസിൽ കയറി. വളരെ വ്യത്യസ്തപൂർണമായ യാത്രയായിരുന്നു ഇത്. റിവറിന് ചുറ്റുമുള്ള കെട്ടിടങ്ങളിൽ മനോഹരമായ മ്യൂറലുകൾ കാണാൻ കഴിയും. കൊളോണിയൽ കാലഘട്ടം മുതലുള്ള നിരവധി പാലങ്ങളും കെട്ടിടങ്ങളുമെല്ലാം നമുക്ക് ഈ യാത്രയിൽ കാണാം. ഏകദേശം 45 മിനിറ്റാണ് ഈ ക്രൂയിസിന്റെ ദൈർഘ്യം. അതിനുശേഷം മനോഹരമായി പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു സൈക്കിൾ റിക്ഷയിൽ ഞങ്ങൾ നഗരം ചുറ്റിക്കണ്ടു. ഒരു പ്രാചീന നഗരം അതിൻ്റെ പൗരാണികത നഷ്ടപ്പെടാതെ എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മെലാക്ക. 15-ാം നൂറ്റാണ്ടിലെ ചർച്ചുകൾ, പോർച്ചുഗൽ കോട്ടയുടെ അവശിഷ്ടങ്ങൾ, സെയിന്റ് പോൾ ഹിൽ തുടങ്ങിയ പ്രധാന സ്മാരകങ്ങൾ കാണാൻ കഴിഞ്ഞു. ഇത് ലിറ്റിൽ ഇന്ത്യ, ഇന്ത്യൻ നഗരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന പ്രാചീന ശൈലിയിലുള്ള ഇന്ത്യൻ വ്യാപാര കേന്ദ്രങ്ങളുള്ള ചെറിയ ഒരു ഇന്ത്യൻ പട്ടണം. അവിടുത്തെ ഒരു തമിഴ് റെസ്റ്റോറൻറ്റിൽ നിന്നുമാണ് ലഞ്ച് കഴിച്ചത്. അതിനുശേഷം പ്രശസ്തമായ ചൈനീസ് ജോങ്കർ സ്ട്രീറ്റ് സന്ദർശിച്ചു. ഇനി ഞങ്ങൾ പോകുന്നത് സഞ്ചാരികളെ മലേഷ്യയിലേക്ക് ആകർഷിച്ച ലോകപ്രശസ്തമായ പെട്രോണാസ് ടവർ കാണാനാണ്. പെട്രോണാസ് ടവറിന്റെ ഭംഗി പകൽ വെളിച്ചത്തിലും രാത്രിയിലും ആസ്വദിക്കണമെന്ന് നിർബന്ധമുള്ളതിനാൽ സൺസെറ്റിന് മുൻപ് ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ ഏറെ കാത്തിരുന്ന നിമിഷം. ആകാശത്തെ തൊട്ടു നിൽക്കുന്ന ആ കെട്ടിടത്തിന് മുൻപിൽ ഞങ്ങൾ ബസ് ഇറങ്ങി. ആധുനികതയുടെ എല്ലാ ചേരുവകളും നിറഞ്ഞു കവിഞ്ഞ ഈ നഗര പശ്ചാത്തലം സഞ്ചാരികളുടെ പറുദീസയാണ്. 452 മീറ്റർ ഉയരമുള്ള ഈ പെട്രോണാസ് ടവറിന് 88 നിലകളുണ്ട്. 26 വർഷങ്ങൾക്ക് ശേഷവും പുതുമ ഒട്ടും ചോർന്നു പോകാതെ നിൽക്കുന്നു. ഇരു കെട്ടിടങ്ങളെയും ബന്ധിപ്പിക്കുന്ന സ്കൈ ബ്രിഡ്ജ് മറ്റൊരു പ്രത്യേകതയാണ്. ഏകദേശം 13,300 കോടി രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. 1998 മുതൽ 2004 വരെ ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ്. അതുപോലെ തന്നെ ഇന്ന് നിലവിലുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇരട്ട കെട്ടിടങ്ങളും ഇതുതന്നെയാണ്. നിർഭാഗ്യം എന്ന് പറയട്ടെ, ടവറിന്റെ മുകളിലേക്കുള്ള സന്ദർശനം താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് മുകളിലേക്ക് കയറാൻ സാധിച്ചില്ല. പെട്രോണാസ് ടവറിന്റെ എണ്ണിയാൽ തീരാത്തത്ര ഓർമ്മകൾ ഞങ്ങളുടെ മനസ്സിലും മൊബൈലും പകർത്തിക്കൊണ്ട് ഞങ്ങൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ചു. ഇന്ന് നവംബർ 21. ഇന്നത്തെ യാത്ര ഗെൻഡിൻ ഹൈലാൻഡ്സ് എന്നറിയപ്പെടുന്ന ഹൈ റേഞ്ചിലേക്കാണ്. ഏകദേശം 60 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. സമുദ്രനിരപ്പിൽ നിന്നും 1800 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ഈ യാത്ര വയനാടിനെ അനുസ്മരിപ്പിച്ചുവെങ്കിലും റോഡുകളുടെ ഗുണനിലവാരവും സുരക്ഷയും ശുചിത്വവും ഏറെ അസൂയാവഹമാണ്.
ഈ മലനിരകളുടെ മധ്യത്തിൽ നിന്ന് പിന്നീടുള്ള യാത്ര ഗെൻഡിൻ സ്കൈവേ കേബിൾ കാർ സിസ്റ്റം വഴിയാണ്. ഇതിൽ 3.5 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് മലമുകളിൽ എത്തേണ്ടത്. 15 മിനിറ്റ് എടുക്കും അവിടെ എത്താൻ. ഗോണ്ടോള എന്നറിയപ്പെടുന്ന 100-ലധികം കേബിൾ കാർ വഴി മണിക്കൂറിൽ 2000 പേർക്ക് യാത്ര ചെയ്യാനാകും. ചെങ്കുത്തായ മലനിരകളിലൂടെ 360 ഡിഗ്രി ദൃശ്യമനോഹരമായ ഒരു യാത്ര ഞങ്ങളുടെ യാത്രയെ സമ്പൂർണ്ണമാക്കി. ആ കാണുന്നതാണ് സ്കൈ വേൾഡ് തീം പാർക്ക്. മോളും കൂട്ടുകാരും ഇന്നവിടെ വൈകുന്നേരം വരെ ചിലവഴിക്കും. റൂമുകളുടെ എണ്ണത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലായ ഫസ്റ്റ് വേൾഡ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. 7351 മുറികളുണ്ടതിന്. കേബിൾ കാർ ചെന്നെത്തുന്നത് സ്കൈ അവന്യൂ എന്ന മാളിലേക്കാണ്. ഞങ്ങൾ അവിടെ ദീർഘസമയം ചിലവഴിച്ചു. നിരവധി എൻ്റർടൈൻമെൻറ്റ് സോണുകളും റെസ്റ്റോറൻറ്റുകളും അവിടെയുണ്ട്. 6 മണിക്ക് ശേഷമാണ് കുട്ടികൾ തീം പാർക്കിൽ നിന്നും തിരിച്ചെത്തിയത്. നാളെ കാലത്ത് തന്നെ മസ്കറ്റിലോട്ട് തിരിക്കും. യാത്രയിൽ ചെറിയ ട്രാഫിക് ഉണ്ടായിരുന്നെങ്കിലും സമയത്ത് തന്നെ ഹോട്ടലിലെത്തി. പാക്കിംഗ് എല്ലാം തുടങ്ങി. 7 ദിവസം നീണ്ടുനിന്ന ഈ യാത്രയ്ക്കൊടുവിൽ മലേഷ്യയോട് ഞങ്ങൾ യാത്ര പറഞ്ഞു. ഇനി ഒരുപാട് കാഴ്ചകൾ ബാക്കിയുണ്ട്. കണ്ടു മതി വരാത്തതും കാണാൻ ബാക്കിയുള്ളതുമായ ഒരുപാട് കാഴ്ചകൾ. അവസരം കിട്ടിയാൽ ഇനിയൊരിക്കൽ കൂടി വരണമെന്ന ആഗ്രഹത്തോടു കൂടെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി.